നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. വോട്ടിംഗ് ദിനം കേരളത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം. ഈ സാഹചര്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ചയാക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ AR രാജീവ്, കേരള കൗമുദി പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് PH സനൽകുമാർ, കൗമുദി TVയുടെയും ഡിജിറ്റലിൻ്റെയും ജേർണലിസ്റ്റായിട്ടുള്ള കുഞ്ചു മുരളി. ഏവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക്. ആദ്യം രാജീവ് സാറിലേക്ക്. നമ്മളിപ്പോൾ ഏറ്റവും വലിയ വിഷയമായി മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശമാണ്. അതായത് മുസ്ലിം വിരുദ്ധ പരാമർശം പ്രധാനമന്ത്രി നടത്തി എന്നുള്ള രീതിയിൽ വലിയ വിമർശനമാണ് അതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? മോഡി ഈ പ്രസ്താവന നടത്തിയത് ഹരിയാനയിലും രാജസ്ഥാനിലും ആ ഭാഗത്താണ്. അവിടെ ഒരു ഹിന്ദു ഏകീകരണത്തിൻ്റെ കാറ്റുണ്ട് ആൾറെഡി. ഈ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെ ഒരു പ്രധാന രീതി. അവിടെ ആ ഹിന്ദു ഏകീകരണം കുറേ കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് മോഡി ഇത് സംസാരിച്ചത്. രണ്ടാമത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്ന രീതിയിലുള്ള പരാമർശമാണ് നടത്തിയത്. അല്ല BJP ഇങ്ങനെ കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നോ ഒന്നും അല്ല പറഞ്ഞു. കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയൊക്കെ താലിയെടുത്ത് അവർ ന്യൂനപക്ഷങ്ങൾക്കോ അല്ല മുസ്ലിങ്ങൾക്കോ കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മോഡി അത് ആവർത്തിച്ചും സംസാരിച്ചു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 2019 മോഡിയെ എതിർത്ത സഖ്യം ഫോക്കസ് ചെയ്തത് മോഡിയെ തന്നെയായിരുന്നു. മോഡി വിരുദ്ധതയിലാണ് ഇവർ വോട്ട് നേടാൻ ശ്രമിച്ചത്. 2 തവണയും പരാജയപ്പെട്ടു. അതേ വെട്ടിൽ ഇവർ വീണ്ടും പോയി വീണിരിക്കുകയാണ്. ഇതിന് പിന്നാലെ പോയാൽ ഈ മോഡി വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം 2019 വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ആ വെട്ടിലല്ല വീഴേണ്ടത്. അപ്പോൾ ഇത് അളന്ന് മുറിച്ച് കൃത്യമായി പറഞ്ഞത് തന്നെയാണ് അല്ലേ? തിരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യം അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ കാണുന്നത് ഒരു 2 തരത്തിലാണ്. ഒന്നാമത് ഇപ്പം മോഡിയുടെ അല്ലെങ്കിൽ NDAയുടെ ലക്ഷ്യം 400+ ആണ്. ഈ 400+ എന്ന് അവർ പറയുന്നത് രാജീവ് ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തേക്കാൾ മറികടക്കുക എന്നുള്ളതാണ്, ഒരു റെക്കോർഡ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ 400 കടക്കും. അതുപോലെ ഈ ഇന്ത്യ സഖ്യത്തിന് വിചാരിച്ച പോലെ ഒരു ഫീൽഡ് ഉറക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർക്കൊരു ദൗർബല്യങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു BJPയുടെ വിജയം സുനിശ്ചിതമായി എന്നുള്ളൊരു ഫീലിംഗ് ഇന്ത്യയിൽ മുഴുവനുണ്ട്. ഇത് പാർട്ടിക്കിടയിൽ, പാർട്ടിയിലും ജനങ്ങളിലും അല്ലെങ്കിൽ BJPനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളിലും ഒരുതരം ആലസ്യം ഉണ്ടാക്കിയോ എന്നുള്ളൊരു സംശയം. ഈ ആലസ്യം 1ാം ഘട്ട പോളിങ്ങിൽ ഏതാണ്ട് പ്രകടമായിരുന്നു. ബീഹാറിലൊക്കെ പോളിംഗ് കുറവായിരുന്നു. മറ്റു സ്ഥലങ്ങളിലും വലിയ ആവേശം ഉണ്ടായിരുന്നില്ല. ഇത് ഒരു സെറ്റ് ബാക്ക് ആകുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ഭൂരിപക്ഷം കിട്ടും, പക്ഷേ വിചാരിച്ച പോലെ 400 സീറ്റൊക്കെ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ അതിന് താഴെ പോകുമോ എന്നുള്ളൊരു ഭീതി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു ബൂസ്റ്റിംഗ് കൊടുക്കുന്ന പോലെ, അതായത് ശരിക്കും ആ ഈ ഭരണ നേട്ടത്തേക്കാൾ എപ്പോഴും വിജയം ഉണ്ടാക്കുന്നത്, വോട്ടെടുപ്പിൽ ഗുണം ചെയ്യുന്നത് ഇമോഷൻസാണ്. അപ്പോൾ ഈ ഇമോഷൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് മോഡി നടത്തിയത്. അതിൽ രാജസ്ഥാനിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 25 കിട്ടിയതാണ്. അവിടെ പോയി ഇത് പറയേണ്ട കാര്യം ഇപ്പോഴില്ല ശരിക്കും. കാരണം ഗുജറാത്തിലും രാജസ്ഥാനിലൊന്നും BJPക്ക് ഒരു സീറ്റ് പോലും പോയിട്ടില്ല. അതേസമയം സീറ്റ് പോകുന്നത് ഉത്തർപ്രദേശിലോ ഡൽഹിയിലോ ഹരിയാനയിലോ ബീഹാറിലോ ആയിരിക്കും. അപ്പം അങ്ങോട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെ നടത്തിയ ഒരു പ്രയോഗമാവാൻ സാധ്യത. പക്ഷേ ഇത് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇത് BJPക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതേസമയം ഇവിടെ ഇത് ഗുണം ചെയ്യുന്നത് കോൺഗ്രസിനായിരിക്കും. ഇവിടെ UDFന് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ്. അതിന് ആ ഒരു തരത്തിലുള്ള ഒരു വശം കൂടി ഇവിടെ ഉണ്ട്. CPMന്, അതായത് LDFന് സെറ്റ് ബാക്ക് ആവുകയും കേരളത്തിൽ അത് UDFന് ഗുണം ചെയ്യുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വലിയ പ്രതീക്ഷ അവർ തന്നെ വെച്ച് പുലർത്തുന്നില്ലേ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം കേരളത്തിൽ അവർ വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് ഒരു കൗണ്ടർ ഇവിടെ എന്തെങ്കിലും തരത്തിൽ അവർ ഒരു മുൻകരുതൽ എടുക്കില്ലായിരുന്നു. തമിഴ്നാട്ടിൽ പക്ഷേ മുസ്ലിം പോപ്പുലേഷൻ മാത്രമാണ്. തമിഴ്നാട്ടിൽ അതൊരു വലിയ ചലനം ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനെ ഏത് തരത്തിൽ അവർ കൗണ്ടർ ചെയ്യും എന്നാണ് തോന്നുന്നത്. അല്ല, കേരളത്തെ ഒന്നും ഒരു വലിയ കാര്യമായിട്ട് BJP അവിടെ ഈ 400 സീറ്റ് കൂട്ടുന്നതിനകത്ത് ഒരു സീറ്റ് പോലും
കേരളത്തിൽ നിന്ന് എണ്ണിക്കാണുമോ എന്ന് തന്നെ സംശയമാണ്. കേരളമൊന്നും അവർക്ക് അത്ര സിഗ്നിഫിക്കൻ്റ് ഒന്നും അല്ല. അവരുടെ ഒരു പ്രസ്താവന കേരളത്തിൽ തിരിച്ചടിച്ചാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കോട്ടയിൽ ഒരു ചെറിയ കാറ്റടിക്കുന്ന പോലെയുള്ളൂ. അതുകൊണ്ട് അവർക്ക് അതൊന്നും പ്രശ്നമല്ല. അതേസമയം കേരളത്തിലെ സംബന്ധിച്ച് ഈ പ്രസ്താവന ഒരുപാട് എതിർപ്പുകളുണ്ടാകും. മറ്റൊരു കാര്യമുണ്ട് കേരളത്തിൽ എതിർക്കുന്നതിന്. കാരണം പിന്നെ മോഡി BJPയുടെ ഒരു പ്രസിഡൻ്റായിരുന്നുകൊണ്ട് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയാൽ അത് പ്രശ്നമല്ല. നേരെ മറിച്ച് മോഡി പ്രധാനമന്ത്രി കൂടിയാണ്. അപ്പം പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവാണ്, മുസ്ലിമിൻ്റെയും സിഖുകാരൻ്റെയും ഹിന്ദുവിൻ്റെയും. അപ്പം അങ്ങനെ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ചെറിയ ഡിവിഷൻ പോലുള്ളത് പറയുമ്പോൾ ഒരു അസ്വാരസ്യം ആർക്കും തോന്നാം. അത് ആരുടെയും കുറ്റമല്ല. അതിനെ വിമർശിക്കുന്നെങ്കിൽ അതിനകത്ത് കാര്യവുമുണ്ട്. പക്ഷെ അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇപ്പം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കുറേയേറെ ഇത് സംബന്ധിച്ചുള്ള കുറേയേറെ വിശദീകരണങ്ങൾ വരുന്നതിൽ കോൺഗ്രസിലേക്കും അവർ വിരൽ ചൂണ്ടുന്നുണ്ട്. മുൻപ് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെന്ന്. അല്ല, അതിൽ അവിടെ നിർത്തിയെടുത്ത് തന്നെ തുടങ്ങുന്ന ഒരു കാര്യം. കാരണം ഉറങ്ങിക്കിടന്ന BJP പ്രവർത്തകർക്കിടയിൽ പോലും ഒരു വലിയൊരു മുന്നേറ്റം ഈ ഒരു 2 പ്രസ്താവനയുടെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ 400+ എന്ന് പറഞ്ഞാൽ എല്ലാവരും മോദിയിസം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോഴും തിരിച്ച് മൻമോഹൻ സിംഗിൻ്റെ 2006 ഒരു പ്രസംഗമാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. എന്തുകൊണ്ട് മുസ്ലിങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവിടെ ഒരു മതവിദ്വേഷം, മതപ്രചാരണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വിദ്വേഷ പ്രചാരണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് വരുന്നില്ല. ഹിന്ദുക്കൾക്കെതിരെ പറയുമ്പോൾ വന്നില്ല, മുസ്ലിങ്ങൾക്കെതിരെ പറയുമ്പോൾ മാത്രം വരുന്നത് എന്തെന്നുള്ളൊരു ചോദ്യം BJP പാളയത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. 2, മോദി ഇത് ചെയ്യുമ്പോഴും ഉത്തർപ്രദേശിലെ അലിഗഡിൽ പോയി പസ്മന്ത മുസ്ലിം വിഭാഗത്തിനെ സംരക്ഷിക്കുമെന്നും അവർക്ക് വേണ്ടുന്നുള്ള എല്ലാ സംവരണങ്ങളും അല്ലെങ്കിൽ എല്ലാ സംരക്ഷണങ്ങളും നൽകുമെന്നുള്ളൊരു കാഴ്ചപ്പാടും പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രാജസ്ഥാനിൽ നേരെ തിരിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോൾ 80% വരുന്ന പസ്മന്ത മുസ്ലിം വിഭാഗത്തിനെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് മോദിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉത്തർപ്രദേശിൽ BJPക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വിഭാഗത്തിനെയും കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നു എന്നുള്ളതും അതിനുവേണ്ടി മോദി സംസാരിക്കുന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ അത് ഒരു അലേടി ഉണ്ടാകുന്നതെങ്കിൽ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്ക് വയ്ക്കുന്നതിലൂടെ. അന്ത്യ ചർച്ചകളിൽ അത് ഒരു വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ മാത്രമാണ് കേരളത്തിൽ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ, കേരളത്തിൽ അത് മോദിക്കോ അല്ലെങ്കിൽ BJPക്കോ അതൊരു കോട്ടമായി ഒരിക്കലും വരില്ല. ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു തോന്നലുണ്ടാവാം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ മാറിയാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു തോന്നലുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ചുരുക്കി പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രസ്താവനയായിരുന്നു. പല ഫേസസായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയത്. ഇനിയിപ്പോൾ ശേഷിക്കുന്ന തെക്കേ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാൻ അവർക്ക് കേരളത്തിൽ വലിയ സ്കോപ്പില്ലെന്നും പറഞ്ഞു. അപ്പോൾ ഇനി കേരളത്തിലേക്ക് വരാം. നമുക്ക് അടുത്ത വിവാദം എല്ലാം വീണ്ടും വിവാദത്തിന് യാതൊരു കുറവുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒരു വിഷയമാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ദല്ലാൽ നന്ദകുമാർ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ആദ്യം അനിൽ ആൻ്റണിക്ക് മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ അനിൽ ആൻ്റണിക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു വിവാദം പിന്നീട് അത് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും കരുതി കാണാം ശോഭാ സുരേന്ദ്രൻ അതിനെ നിഷേധിക്കും അല്ലെങ്കിൽ പ്രതികരിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ കൃത്യമായ സമയത്ത് അതിനെ പ്രതികരിച്ചു. കൃത്യമായി ഒരു തിരിച്ചൊരു ബോംബും കൂടി ഇട്ട് കൊടുത്തു. ഒരു CPM നേതാവിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ടുള്ളൊരു ബോംബും കൂടി ഇട്ട് കൊടുത്തു. ആ ബോംബിൽ നന്ദകുമാർ പിടിച്ചു കയറുമോ അല്ലെങ്കിൽ വീണ് പൊട്ടിത്തകരുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളം ചോദിച്ചത്. പക്ഷേ നന്ദകുമാർ നൈസായിട്ട് അത് സ്കിപ്പ് ചെയ്യുകയാണ് കണ്ടത്. ദല്ലാളുമാരുടെ ഒരു സ്വഭാവം, അവർ യഥാർത്ഥത്തിൽ അതാത് പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ് മുതലെടുക്കുന്നത്. ഇപ്പം CPM ഇദ്ദേഹം 2 വിഭാഗങ്ങൾ പ്രബലമായി മറ്റു വിഭാഗം പ്രബലമല്ലായിരുന്നെങ്കിൽ പോലും അതായിരുന്നു പുള്ളി മുതലെടുത്ത് അതിൻ്റെ ഇടയിലാണ്. ഇപ്പം ശോഭാ സുരേന്ദ്രനെതിരെ ഇങ്ങനെ ഒരു കാര്യം വന്നെങ്കിൽ അത് എൻ്റെ പിന്നിലെ BJPയുടെ ഭിന്നതയാണ് പുള്ളി മുതലെടുക്കുന്നത്, CPMലെ ഭിന്നതയാണ് മുതലെടുക്കുന്നത്. ഇപ്പം ഇവർ 2 ആടുകൾ ഇടിക്കുമ്പോഴാണ് ഈ ചോര വീഴുന്ന പിന്നെ കുടിക്കാനായിട്ട് നിൽക്കുന്ന അത് ദല്ലാളുമാരുടെ പൊതു സ്വഭാവം. നമ്മൾ വിചാരിക്കും ഇവർ BJPക്കെതിരെ ആഞ്ഞടിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയ BJPന്ന് തന്നെയായിരിക്കും. അല്ലെ CPMനെതിരെ ആഞ്ഞടിക്കുന്നു, CPMൻ്റെ ആളുകൾ തന്നെ ആയിരിക്കും സപ്പോർട്ട് കൊടുത്തത്. ഇതൊരു കള്ള നാണയമാണ്. അപ്പം അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റത്തില്ല. കാരണം ഷെയ്ഡി ക്യാരക്ടേഴ്സാണ്. ഷെയ്ഡി ക്യാരക്ടർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി പലതും പറയും. ഇദ്ദേഹം തന്നെ ചിലപ്പം ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് വേറെ പലതും പറഞ്ഞെന്നിരിക്കാം.
അതുകൊണ്ട് അതെടുത്ത് വെച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ പുറത്ത് എല്ലാം മാറി മറിയും എന്ന് വിചാരിക്കുന്നത് മൂഢത്വമാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇതിന് മറുപടി പറഞ്ഞപ്പോൾ കുറേയേറെ നമുക്ക് മനസ്സിലാക്കാൻ അതിലുണ്ടായിരുന്നു. മുൻപ് ഒരു CPM മുതിർന്ന നേതാവിന് ഗവർണർ സ്ഥാനത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചോ നീക്കങ്ങളെക്കുറിച്ചോ ഒക്കെ അത് നിഷേധിച്ചാരും രംഗത്ത് വന്നിട്ടില്ല. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ദല്ലാൾ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുമ്പോഴേ ഈ ദല്ലാൾമാരാരും അവർക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുക. ദല്ലാൾമാർ ഉപയോഗിക്കുന്നത് മൂന്നാമതൊരു കക്ഷിക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ശരിക്കും ആ ദല്ലാൾ എന്നുള്ള ആൾക്കൊരു ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ ദല്ലാൾ എന്ന ആൾക്കൊരു വ്യക്തിപരമായ നേട്ടമോ ഒന്നും അതിനകത്തില്ല. വെറും കമ്മീഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരെയാണ് ദല്ലാൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെയും ഈ അനിലാന്റണിക്കെതിരെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെയും ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിപ്പേരുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളൊരു മൂന്നാമതൊരു കക്ഷിക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മൂന്നാമതൊരു കക്ഷിക്ക് വേണ്ടി പിന്നെ അയാളിത് ചെയ്യുമ്പോൾ അതിൻ്റെ നേട്ടം ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഹൈപ്പുള്ളൊരു സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു രാഷ്ട്രീയ നേട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയ നേട്ടം അവർ കണക്കാക്കുന്നത് ഈ ആലപ്പുഴയും പത്തനംതിട്ടയും BJPക്ക് വലിയ സ്കോപ്പൊന്നും ഇല്ലാത്ത 2 സ്ഥലങ്ങളിൽ അവിടുത്തെ 2 സ്ഥാനാർത്ഥികൾക്കെതിരെ ഈ ദല്ലാളിനെ പോലെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ അർത്ഥം ഈ മറ്റ് 2 മുന്നണികൾക്കും ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് ഭീഷണി ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. അത് ശരിക്കും ശോഭാ സുരേന്ദ്രൻ പോയ സ്ഥലങ്ങളിലെല്ലാം അവർ നല്ല വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ശോഭ മത്സരിച്ചത് ആറ്റിങ്ങലായിരുന്നു. ആറ്റിങ്ങൽ 2014 89,000 വോട്ടാണ് BJP കിട്ടിയത്. ആ സ്ഥലത്ത് ശോഭ മത്സരിച്ചപ്പോൾ 2,48,000 വോട്ട് ആ വോട്ട് വർദ്ധിച്ചു. അങ്ങനെ ആറ്റിങ്ങലിൻ്റെ പിന്നെ ചിത്രം തന്നെ മാറിപ്പോയി. അവിടെ CPM കാൻഡിഡേറ്റ് തോറ്റും പോയി. സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന CPM ഭയങ്കര ശക്തിയുള്ളൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് വരെ ഈ ശോഭയുടെ മുന്നേറ്റം കാരണമായി. ഇതേ ഒരു സാഹചര്യമാണ് ആലപ്പുഴയിലുള്ളത്. ആലപ്പുഴയിൽ ഇത്തവണ ശരിക്കും ശോഭയുടെ ഇത് രാഷ്ട്രീയത്തെക്കാൾ ഒരു ഇമോഷണൽ അപ്രോച്ചാണ്. ഇപ്പോൾ അവിടെ ആലപ്പുഴയിലെ ഒരു സംഘപരിവാർ പ്രവർത്തകൻ കൊല്ലപ്പെടുകയും അതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് പോലത്തെ ഒരു സംഘടന നിരോധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥലത്താണ് മത്സരിക്കുന്നത്. പിന്നെ ആലപ്പുഴയുടെ വേറൊരു പ്രാധാന്യം, കഴിഞ്ഞ തവണ 20 സീറ്റിൽ ഒരേ ഒരു സീറ്റാണ് LDF നിലനിർത്തിയത്, അത് ആലപ്പുഴയാണ്. ഇത്തവണ അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ശരിക്കും ഈ ആലപ്പുഴയിലെ മത്സരം ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമാണ്. അവിടെ ഈ KC വേണുഗോപാൽ തോറ്റാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് അവസാനിക്കുന്നത്. അവിടെ ആരിഫ് തോറ്റാൽ അവിടെ ഈ LDFന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ഇല്ല. ഈ ശോഭയെ കളക്ട് ചെയ്യുന്ന വോട്ട് ഇതിൽ ആരെയായിരിക്കും ബാധിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ശോഭ എന്തായാലും അവിടെ വോട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ഭയങ്കര വർധനവുണ്ടാവും. പ്രത്യേകിച്ചും ഈ അവിടെ ഒരു കൊലപാതകത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും BJPയുടെ അവിടെ വോട്ട് കൂടും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ദല്ലാളിൻ്റെ ആരോപണം. പക്ഷേ ദല്ലാളിൻ്റെ ആരോപണത്തെ നന്നായിട്ട് കവറപ്പ് ചെയ്യാൻ ശോഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൊരു നേട്ടം. ശോഭാ സുരേന്ദ്രൻ്റെ പ്രചാരണ രംഗത്തും കവർ ചെയ്യാൻ പോയതാണ് കുഞ്ചും. അല്ല, അവിടെ ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, നമുക്ക് ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണ് മനസ്സിലാക്കാൻ? ഈ പറഞ്ഞ പോലെ ഈ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിലുപരിയായി അവിടെ ഒരു കർഷക ആത്മഹത്യ നടന്നിട്ടുണ്ട്. സർക്കാരിനെതിരെ ഏറ്റവും വലുതായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനം അതായിരുന്നു. തീരദേശ മേഖലയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ ഇടപെടലിന് ഉപരിയായി അവിടെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. വോട്ടാക്കി മാറ്റാനും കഴിയുന്നുണ്ട്. കാരണം വനിതകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നടത്തുന്ന ഒരു പ്രകടനവും അവർ നടത്തുന്ന ആ ഒരു വാചാരതയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഈ കർഷക ആത്മഹത്യയും ഈ കൊലപാതകവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ അത് മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആലപ്പുഴയിലായാലും പത്തനംതിട്ടയിലായാലും തൃശ്ശൂരിലായാലും തിരുവനന്തപുരത്തായാലും BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് തോന്നിയിടത്തൊക്കെ, അതായത് ഈ 2 കക്ഷികൾക്കും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും തോന്നിയിടത്തൊക്കെ അവർ വ്യക്തമായ ഓരോ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥികളെല്ലാം അതിലേക്ക് പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മോദി ഉണ്ടാക്കി വെച്ച ഒരു വിവാദം, അതിൻ്റെ പിന്നാലെ ചാടുന്ന ആ വാരിക്കുഴിയിലേക്ക് എടുത്ത് ചാടുന്ന ആൾക്കാരെന്ന് പറഞ്ഞതുപോലെ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസോ ഇടതുപക്ഷമോ പോയി കഴിഞ്ഞാൽ അവർ ആ കുഴിയിൽ വീണിടക്കുകയുള്ളൂ. ഈ കുഴിയിൽ നിന്ന് മറുകണ്ഠം ചാടി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നിൽക്കുകയാണ് നിലവിൽ. എല്ലാവരും ഇത് ചർച്ച ചെയ്യപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആ CPM നേതാവിന് ഇന്നലത്തെ ചർച്ച മുഴുവൻ അതായിരുന്നു. ആരാണ് ഈ CPM നേതാവെന്ന് അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലുള്ള അരിയാഹാരം തിന്നുന്ന എല്ലാ ആൾക്കാർക്കും ഈ നേതാവ് ആരാണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ വ്യക്തമായി ശോഭാ സുരേന്ദ്രന് വെച്ച ഒരു പണി തിരിച്ചൊരു മറുപണിയായി കൊടുക്കാനായിട്ട് അവർ സാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കടലോര പ്രദേശം, തീരദേശമായാലും
സാധാരണക്കാരുടെ ഇടയിലായാലും ഈ പറഞ്ഞ പോലെ ഒരു മോദിയിസം കൊണ്ടുവരാനായിട്ട് മോദി ഗവൺമെൻറ് കേന്ദ്രത്തിൽ വരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, ആലപ്പുഴ വികസിക്കണമെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നേ കഴിയൂ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അവിടെയുള്ള സാധാരണക്കാരുടെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ വിവാദങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം വിവാദം ഉയർന്നു വന്നിരിക്കുന്നത് BJP സ്ഥാനാർത്ഥികൾക്കെതിരെയാണ്. തിരുവനന്തപുരത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആശങ്കയിലാണ്, പ്രത്യേകിച്ച് ഇടത് ക്യാമ്പ് ആശങ്കയിലാണെന്ന് തോന്നുന്നു. അല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത് പിന്നെ അവർക്ക് കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, വ്യക്തിപരമായിട്ട് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റാണ് കിട്ടിയത്. അത് KC വേണുഗോപാൽ അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ആ സീറ്റും കിട്ടില്ല. ഈ പ്രാവശ്യം അതല്ല സ്ഥിതി. പല വടക്കൻ മേഖലകളിലും ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടെങ്കിലും ഈ LDFന് വോട്ട് കിട്ടാനുള്ള ചില ഘടനകൾ കേരളത്തിലുണ്ട്. അത് BJP സ്ഥാനാർത്ഥി ചിലയിടത്ത് വിജയിക്കുമെന്ന് വന്നാൽ ചില അടിയൊഴുക്കൾ മാറി വീഴാം, ചില ഇത് വരാം. ഈ കോൺഗ്രസും അതിനും കഴിഞ്ഞ തവണ പോലുള്ള ഒരു സ്വീകാര്യത ഒന്നുമില്ല. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവരുടെ ഭിന്നതകളും അവരുടെ നേതാക്കന്മാർ തമ്മിൽ ഒരു കാരണവശാലും ചേരാത്തതൊന്നും അറിഞ്ഞൂടാത്ത ആളുകളല്ല കേരളത്തിലുള്ളത്. പിന്നെ മാത്രമല്ല, ഒരു കാരണവശാലും അവർ ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ലെന്ന് പറയും. അപ്പോൾ ഇടതുപക്ഷം അങ്ങനെ കംപ്ലീറ്റായിട്ടങ്ങ് വൈപ്പ് ഔട്ട് ചെയ്ത് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് വെറുതെയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രചരണമായിരുന്നു യഥാർത്ഥത്തിൽ പിണറായി രണ്ടാമത് നിന്നപ്പോൾ നടന്നത്. ഇപ്പം വരാൻ പോകുന്നു. എന്നിട്ട് എന്തായി? 100 സീറ്റാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അത് ഇലക്ഷൻ്റെ റിസൾട്ട് വരട്ടെ. എനിക്ക് തോന്നുന്നു ഈ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? കേരളത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു നിൽക്കുന്നുണ്ടോ ജനങ്ങളുടെ മനസ്സിൽ? ഇല്ല, ഇത്തവണ ഇടത് വലത് എന്നുള്ളതല്ലാതെ ഇത്തവണ ഇലക്ഷനിൽ ഇപ്പോൾ പറയുന്ന പോലെ പിന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ പരാജയ ഭീതി ഉള്ളത് കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ BJP എല്ലായിടത്തും ജയിക്കാൻ പോകുന്നതുകൊണ്ടാണെന്നും പറയാൻ കഴിയില്ല. പക്ഷേ കാരണം ഈ കേരളത്തിലിപ്പം ഈ ഇലക്ഷനിൽ പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മോഡി വിരുദ്ധതയാണ്. മോഡി വീണ്ടും വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്ക, അത് കേരളത്തിൽ ആരുടെ സൃഷ്ടിയാണെങ്കിലും അതുണ്ട്. രണ്ടാമത് സംസ്ഥാന ഭരണത്തോട് ഉള്ളൊരു എതിർപ്പ്, അതായത് ഒരു ഈ ഭരണം നമുക്കൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം. ഇതോടൊപ്പം ഈ BJP ഇത്തവണ നിർത്തിയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ശരിക്കും ഒരു നോൺ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സാണ്. അപ്പോൾ അവർ വികസനത്തെ ഫോക്കസ് ചെയ്ത് അത്ര രാഷ്ട്രീയമായിട്ട് പിന്നെ വലിയ മേൽക്കൈയൊന്നും നേടാത്ത ലീഡേഴ്സാണ്, പിന്നെ കാൻഡിഡേറ്റ്സാണ് അവർക്ക് നിൽക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനായാലും അനിൽ ആൻ്റണി ആയാലും ഇവരാരും വലിയ രാഷ്ട്രീയ നേതാക്കളൊന്നുമല്ല. അപ്പോൾ ശരിക്കും ഇന്ന് മാത്രമല്ല, വേറെ നാലാമത്തൊരു പോയിൻ്റ്, BJP അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പുള്ള ഒരു ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ആശങ്ക എല്ലാ മുന്നണികൾക്കും ഉണ്ട്. അവരുടെയൊക്കെ ഈ ജയത്തെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പം ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം ഈ മോഡി വിരുദ്ധത പരമാവധി ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ BJP കാൻഡിഡേറ്റ്സിനെതിരെ ഈ ആരോപണം ഉണ്ടാകുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ശശി തരൂർ ആരോപണം വെക്കുമ്പോഴും പന്ന്യൻ രവീന്ദ്രൻ ആരോപണം വെക്കുമ്പോഴും അവർ ലക്ഷ്യമിടുന്നത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നുള്ള ഐഡിയ അല്ല, ഈ മോഡി വിരുദ്ധത വോട്ടും മറ്റേ സൈഡിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക മാത്രമാണ്. അപ്പോൾ വിവാദങ്ങളെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ശോഭയ്ക്കെതിരെ വന്നാലും അനിൽ ആൻ്റണിക്കെതിരെ വന്നാലും ഈവൻ സുരേഷ് ഗോപിക്കെതിരെ വന്നാലും, ഇപ്പോൾ പൂരം നടത്തിപ്പിൻ്റെ പേരിൽ മുരളീധരനും മുരളീധരൻ UDF സ്ഥാനാർത്ഥിയും LDFും ശക്തമായ ആരോപണമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടാകുന്നത്. അത് സുരേഷ് ഗോപി ജയിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടല്ല, ഈ പറയുന്ന വോട്ട് മറ്റേ കാൻഡിഡേറ്റിന് പോകുമോ എന്നുള്ളൊരു ആശങ്ക മാത്രമാണത്. ഇപ്പോൾ അൾട്ടിമേറ്റ്ലി ഇനി കേന്ദ്രത്തിൽ മോദിയാണെങ്കിലും അൾട്ടിമേറ്റ്ലി കേരളത്തിൽ BJP വരരുത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഈ UDFനും LDFനും വെച്ച് പുലർത്തുന്നൊരു സാഹചര്യം പ്രവർത്തകരിൽ പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും BJP മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി അവിടെ എത്തിയതിലല്ല ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. സുരേഷ് ഗോപി വന്നതിലല്ല, സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസ് വന്നു എന്നുള്ളതാണ് അവിടുത്തെ ചർച്ച. എന്തുകൊണ്ട് സേവാഭാരതിയുടെ ആംബുലൻസ് വന്നു? ഈ മേപ്പടിയാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ണി മൂന്തൻ ക്യാരക്ടർ അവസാനം ഈ സേവാഭാരതിയുടെ ആംബുലൻസ് വന്നത് അന്ന് ചർച്ചയായതും ഇതേ വിഷയമായിരുന്നു.
അപ്പോൾ ഇവിടെ എത്തുമ്പോൾ സുരേഷ് ഗോപി വന്നത് സുരേഷ് ഗോപിയുടെ വണ്ടിയിലല്ല, വാഹനത്തിലല്ല, സുരേഷ് ഗോപി വന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അതവിടെ കൃത്യമായി ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. രണ്ടാമത്, ഈ തിരുവമ്പാടി ദേവസ്വത്തോട് സംസാരിക്കുന്ന സമയത്ത് പോലും അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്, സ്ക്രിപ്റ്റഡായി അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ആദ്യം വന്ന ഒരു വിമർശനം. പിന്നീട് ഈ തിരുവമ്പാടി ദേവസ്വം തന്നെ കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ടൊക്കെ അതിന് ഉള്ളൊരു പരാമർശം നടത്തുകയാണ്, ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ PS വിളിച്ച് ആണെന്ന് പരിചയപ്പെടുത്തിയ ആൾ സുരേഷ് ഗോപിക്ക് സംസാരിക്കണം എന്നുള്ള തരത്തിലാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ തിരുവമ്പാടി ദേവസ്വത്തിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല, അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ കൃത്യമായി രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് 3 മുന്നണികളും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് LDFനും അറിയാമായിരുന്നു, എങ്ങനെ തകർക്കണമെന്ന് കോൺഗ്രസിനും അറിയാമായിരുന്നു, എങ്ങനെ അതിനെ ഇടപെടണമെന്നുള്ളത് BJPക്കും അറിയാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ ഒരു വിഷയത്തെ ആൾക്കാരുടെ വൈകാരികത എന്നൊക്കെ പറയുമെങ്കിലും ഇതിനെ കൃത്യമായി രാഷ്ട്രീയം തന്നെയാണ് 3 മുന്നണികളും കണ്ടത്. പൂരം തൃശ്ശൂരിൻ്റെ ഒരു വികാരമായതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ചിന്തിച്ചൂടെ? അല്ല, വേറൊരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ വീഴ്ച സംഭവിച്ചത് ഈ സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. പല രീതിയിലും പൂരത്തിന് അവിടെ അത് മുതലെടുക്കാൻ BJPക്കോ കോൺഗ്രസ്സിനോ അവസരമുണ്ടായത്, ഒന്നാമത് ആനയെ വെറ്റിനറി ഉദ്യോഗസ്ഥർ പരിശോധിച്ചാൽ മതി എന്ന് തീരുമാനിക്കും. എന്നിട്ട് വനം വകുപ്പ് വീണ്ടും ഒരു ഓർഡർ ഇറക്കാം, അവരുടെ പരിശോധനയും കൂടെ കഴിഞ്ഞാലേ. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. BJP എന്ന പാർട്ടി രൂപീകരിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ട് മുമ്പുള്ളതാണ് ഈ പൂരം. അവിടെ വരുന്നവരെല്ലാം BJPക്കാരാണെന്ന് കാണുന്ന ഒരു കണ്ണാടി വെക്കരുത്. അത് ശരി, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ, കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ, കാര്യങ്ങളുടെ, ആചാരത്തിൻ്റെ ഒക്കെ ഭാഗമാണിത്. അതിനെ അതായിട്ട് തന്നെയാണ് കാണുന്നത്. അവിടെ ഉദ്യോഗസ്ഥന്മാരെ വിടുക, അവിടെ അപ്രമാദിത്യം കാണിക്കുക, ഇത് മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു അങ്കണത്തിലാണ് നടന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ രീതിയിൽ ആളിക്കത്തുമായിരുന്നു. സർക്കാർ അതിന് ഇട കൊടുക്കരുത്. സർക്കാരിന് സംഭവിച്ച ഭയങ്കരമായ വീഴ്ച, ഈ സുനിൽകുമാർ അവിടെ ജയിക്കേണ്ട ഒരു കാൻഡിഡേറ്റ്, അദ്ദേഹത്തിന് ഒരു 10-20,000 വോട്ടെങ്കിലും കുറയാനേ ഈ സംഭവം. അത് മണ്ഡലത്തിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ 2 MLA-മാർ, ഒരു മന്ത്രി, ആ ചുമതലയുള്ള ആളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഇവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഈ സുരേഷ് ഗോപിക്ക് ഇടപെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് പൂരം അലങ്കോലപ്പെടുത്താനായി ശ്രമിക്കുന്നുവെന്നും ചില ഒരു നിഗൂഢമായ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നു എന്നൊക്കെയുള്ള പറഞ്ഞത്. അപ്പോഴും സുനിൽകുമാറോ ഈ 2 MLA-മാരോ അല്ലെങ്കിൽ മന്ത്രിയോ പോലും ഇടപെടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനെയാണ് BJPയും ചോദ്യം ചെയ്യുന്നത്, എന്തുകൊണ്ട് അവർ ഇടപെട്ടില്ല എന്നുള്ളത്. ഈ 2 പേരെയും K മുരളീധരനും ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ 2 പേരും സ്ഥലത്തുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഇടപെട്ടില്ല? അല്ല, അങ്ങനെ ഒരു സംശയം തോന്നിയില്ലേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ? പൂരത്തെ സംബന്ധിച്ച് എന്തിനാ ഈ രാഷ്ട്രീയമായിട്ട് കാണുക എന്നുള്ള ഒരു സമീപനമാണ് ഈ പൂരത്തിലുണ്ടായത്. വാസ്തവത്തിൽ ഈ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പൂരം എന്ന് പറയുന്ന ആ ഒരു, ഇപ്പം രാജീവേട്ടൻ പറഞ്ഞ പോലെ പൂരം വളരെ സാംസ്കാരികമായിട്ടുള്ള തൃശ്ശൂർക്കാരുടെ വികാരമാണ്. കേരളത്തിലെല്ലാവരും വളരെ താല്പര്യത്തോടെ നോക്കിക്കാണുന്നൊരു സംഭവം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസം അട്രാക്ഷൻ കൂടിയാണ് പൂരം. പക്ഷേ ആ പൂരത്തിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ അവിടെ പൂരം ഇതിന് ഈ കുടമാറ്റത്തിൽ ശ്രീരാമനെ വെച്ചു. അത് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് 2 പേരും അതിനകത്ത് രാഷ്ട്രീയം മാത്രമാണ് കണ്ടത്. ഈ വെടിക്കെട്ടിലും അതേപോലെ സംഭവങ്ങളുണ്ടാവും എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് വെടിക്കെട്ട് തടയാൻ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ അതിനെ രാഷ്ട്രീയമായിട്ട് എതിരിടാനും കൂടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങളുണ്ടാവും. ഈ പ്രതിഷേധങ്ങൾ പല രീതിയിലാണ് കയറി പോകുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ശബരിമലയുടെ പ്രാധാന്യം തടയാൻ ശ്രമിച്ച അതേ ആംഗിളിൽ, അതേ രാഷ്ട്രീയ സമീപനമാണ് പൂരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഈ സർക്കാർ പ്രതിരോധത്തിലായി പോവുകയാണ്. അല്ല, അങ്ങനെ ഒരു സംഭവം നമുക്ക് സംശയിച്ചുകൂടെ? ഇപ്പം നേരത്തെ അല്ല, അത് തന്നെയാണ് അതിൻ്റെ അവസ്ഥയും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ തരത്തിൽ സംശയിക്കപ്പെടുകയും സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. വിവാദങ്ങൾ അവസാനിക്കാത്തതുപോലെ തന്നെ ചർച്ചയും ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതേ ചർച്ച തുടരാം. ചർച്ചയിൽ പങ്കെടുത്ത കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ AR രാജീവ്, കേരള കൗമുദി പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് PH സനൽകുമാർ, ജേർണലിസ്റ്റ് കുഞ്ചു മുരളി, മൂവർക്കും നന്ദി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം.